ഒന്നിൽ തന്നെ കുടുങ്ങി നിന്ന് അതിൽ തന്നെ ആവർത്തിച്ച് ചിന്ത ചെയ്ത് അതിൽ തന്നെ ഒഴുകി, അതായത് കറങ്ങുന്ന അവസ്ഥയ്ക്കാണ് സംസാരബന്ധനം എന്ന് പറയുന്നത്. ഭ്രമത്, അതിൽ തന്നെ ഭ്രമിക്കുക. ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. എന്നാൽ ആരാണോ തതസ്തത ഉപാഹൃത്യ ഹൃദി രുന്ദ്യാത് ശനൈ ബുധ, ആരാണോ ഇതിനെ രുന്ദ്യാത് തടഞ്ഞുകൊണ്ട് മനസ്സിനെ ഹൃദി ഉപാഹൃത്യ, ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദി എന്നുള്ള ശബ്ദത്തിന് ഇവിടെ അർത്ഥം ഭഗവാൻ, ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക്. ഞാൻ പറഞ്ഞു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അങ്ങനെ ആരാണോ ആ മനസ്സിനെ തടഞ്ഞുകൊണ്ട് ഡിറ്റാച്ച്മെൻറ്റ് ചെയ്ത് ആരിലേക്ക് തിരിക്കുന്നത്, ഭഗവാനിലേക്ക് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുന്നത്, അവനാണ് ബുധ. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, വിവേകി. അങ്ങനെ അവൻ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ഏവം അഭ്യസത ചിത്തം, നിരന്തരമായ അഭ്യാസം. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല പറയുന്നത്. നിരന്തരമായ അഭ്യാസം കൊണ്ട് ചിത്തം കാലേന അൽപീയസായഥ, കാലം കൊണ്ട് അതിൽ ദൃഢത നേടും. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ അനിശം തസ്യ നിർവാണം, അങ്ങനെയുള്ളവന് അനിശം, യാതൊരു സംശയവുമില്ല, അവൻ എന്ത് കിട്ടും? നിർവാണം. യാതി അനിന്ദനവഗ്നിവത്, ഏതുപോലെ എപ്രകാരമാണോ തീക്കുണ്ടത്തിലെ തീ കെട്ടുപോയാൽ തീയെല്ലാം കെട്ടടങ്ങി ആ ചാരം മാത്രം അവശേഷിക്കുന്നത്, ഇതുപോലെ അവൻ്റെ മനസ്സിലെ എല്ലാവിധ പ്രശ്നങ്ങളുമാകുന്ന അഗ്നി കെട്ടടങ്ങി എന്താ പറയുക, അനിന്ധനം. അനിന്ധനം എന്ന് പറഞ്ഞാൽ ഇന്ധനമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ ഇനി കത്താൻ ഒന്നുമില്ല. അത്തരം അവൻ്റെ മനസ്സ് മുഴുവൻ ആരിലേക്ക് എത്തിക്കഴിഞ്ഞു? ഭഗവാനിലേക്ക്. ഇപ്രകാരം ഇതിനെയാണ് നിങ്ങൾ മോക്ഷം എന്ന് തിരിച്ചറിയേണ്ടത്. അതായത് നമ്മൾ കുറച്ച് തീ കത്തിച്ചു കഴിഞ്ഞാൽ ആ തീ എല്ലാം കത്തി എല്ലാം തീർന്നു കഴിഞ്ഞാൽ അണഞ്ഞു പോയില്ലേ, ഇനി ഒന്നും കത്താൻ ബാക്കിയുണ്ടാവില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ നമ്മൾ ആരിലേക്ക് എത്തിക്കണം? അവരാണ് ബ്രഹ്മനിർവാണം കൈവരിക്കുന്നത് എന്നാണ്. അപ്പം നമ്മുടെ ജോലി എന്താണ്? എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് ആ വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിനെ അവിടെ നിന്ന് പിടിച്ചെടുത്ത് ആരിലേക്ക് കൊണ്ടുവരണം? ഈ ജോലി നമ്മൾ ചെയ്തോണം. ഇത് തന്നെയാണ് ഗീതയിൽ 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന 66-ാം ശ്ലോകത്തിൽ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അപ്പോൾ ഒരു വശത്ത് സർവധർമാൻ പരിത്യജ്യ, ധർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സ് ഏതിലൊക്കെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടോ അത് വിടണം. അത് വിട്ടിട്ട് എങ്ങോട്ട് തിരിയണം? എന്നിലേക്ക് തിരിയണം. ഈ ജോലി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2-3 തത്വങ്ങൾ നമ്മളിവിടെ ഗ്രഹിക്കണം. ഒന്നാമത്തെ തത്വം എന്താ വെച്ചാൽ മൈൻഡ് ഈസ് പൊട്ടൻഷ്യലി സ്ട്രോങ് പ്രൊവൈഡഡ്. എപ്പോഴാണത് സ്ട്രോങ് ആവുന്നത്? ഇഫ് വി ക്യാൻ ഡൈവേർട്ട് അവർ അറ്റൻഷൻ ഫ്രം പ്രോബ്ലംസ് ടു ഗോഡ്. ഇത് നമുക്ക് സാധിക്കണം. അപ്പം മൈൻഡ് സ്ട്രോങ് ആണ്. പിന്നെ എന്നെ മാനസികമായി എൻ്റെ മനസ്സ് തളർത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് മനസ്സിന് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറയും എൻ്റെ മനസ്സ് ദുർബലമാണ്. ആക്ച്വലി മൈ മൈൻഡ് ഈസ് നോട്ട് വീക്ക്. എൻ്റെ മനസ്സ് വീക്കാവുന്നത് ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ പരിശീലിപ്പിച്ചെടുത്തില്ല. എന്ത് പരിശീലനം? ആ പ്രശ്നത്തിലും ശ്രദ്ധ തിരിച്ച് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഞാൻ പരിശീലിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് വളരെ വീക്കായിട്ടിരിക്കുന്നത് എന്ന്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അപ്പം പ്രായം കൂടുന്തോറും ശരീരം വീക്കാവുന്ന സമയത്ത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച മനസ്സും നമ്മളെ വീക്കാക്കും. മനസ്സിലായില്ലേ? അസുഖം വന്നു കഴിഞ്ഞാൽ പലരും വീക്കാവുന്ന എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സ് ആ അസുഖത്തിൽ തന്നെ അങ്ങനെ ദന്ത്രമ്യമാന പര്യന്തി, അതിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വീക്കാണെന്ന് തോന്നുന്നത്. വീക്കാവുമ്പോഴാണ് നമുക്ക് മറ്റൊരു സപ്പോർട്ട് ആവശ്യമായി വരുന്നത്. ആണോ അല്ലയോ? അപ്പോൾ ഈ ചരട് കെട്ടുന്നതിൻ്റെയും ജ്യോത്സ്യൻ്റെ അടുത്തൊക്കെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് വരുന്നതിനെ താങ്ങാനുള്ള, നേരിടാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ്. സ്വയം ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ സപ്പോർട്ട് വേണോ? വേണ്ടയോ? ഒരു വാഴ കുലച്ചു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ആവശ്യമില്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് സ്വയം താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സ്വതവേ ദുർബല, അതിൻ്റെ ഇടയിൽ ഗർഭിണി.
പോരെ? അപ്പോൾ പിന്നെ നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നോ മൈൻഡ് ഈസ് എവർ വീക്ക്, ഓൾ മൈൻഡ് ഈസ് സ്ട്രോങ്, പ്രൊവൈഡഡ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? പരിശീലിപ്പിച്ചെടുക്കണം. നമ്മൾ ആ കറക്കത്തിൽ അങ്ങനെ കറങ്ങി ശീലിച്ചത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും തോന്നുന്നത് എനിക്ക് പറ്റും തോന്നില്ല സ്വാമി, ഞാൻ അങ്ങനെയാണ് എന്ന്. അപ്പം ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് കുറേ കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നമ്മളെക്കുറിച്ചുള്ള നമ്മളെ ഉറപ്പിച്ചൊരു ധാരണയാണത്. ഈ ധാരണയാണ് നമ്മൾ മായ എന്ന് മനസ്സിലാക്കേണ്ടത്. തെറ്റായ ധാരണകളെയാണ് മായ എന്ന് പഠിപ്പിക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതുണ്ടെന്ന തോന്നൽ. അപ്പം നമുക്ക് മാറ്റാനുള്ള കഴിവുണ്ടായിട്ടും അങ്ങനെ മാറ്റാതെ അതിൽ തന്നെ നിന്നാൽ അതിനെ മായ എന്ന് വിളിക്കണ്ടേ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഒരു കയറിൽ പാമ്പ് ഇല്ല, പക്ഷേ നമുക്ക് വെളിച്ചക്കുറവ് കൊണ്ട് നമുക്ക് തോന്നു പാമ്പുണ്ടെന്ന്. വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ആര്? പാമ്പ്. ഉണ്ടെന്ന് തോന്നലാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കയറിനെയല്ല കാണുന്നത്, പിന്നെയാണ് മനസ്സിലാക്കുന്നത് പാമ്പായിരുന്നില്ല, കയറാണ്. അപ്പോഴല്ലേ നമ്മളതിനെ മായയായിരുന്നു എന്ന് പറയും. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടെന്നുള്ളൊരു തോന്നൽ. ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പാമ്പുണ്ട്. ഏതുവരെയുണ്ട്? വെളിച്ചം തട്ടുമ്പോഴാണ് കയറാണ്, പാമ്പല്ല എന്ന് മനസ്സിലായി. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പം വെളിച്ചം തട്ടി നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നോ അതുവരെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, നമ്മൾ ആ തിരിഞ്ഞിങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് പ്രകാശം ഉണ്ടാവണം എന്ന് പറയാണ്. അതെങ്ങനെ സാധിക്കുള്ളൂ? ഏവം അഭ്യസത ചിത്തം, നിരന്തരമായൊരു അഭ്യാസം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കി വെക്കണേ. കാരണം നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ല. രണ്ടാമത്തത്, കുറേ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന കുട്ടിക്കാലത്തെ സംസ്കാരം കൊണ്ട് ഇതൊക്കെ ദൈവം ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളൊരു ധാരണ. ജ്യോത്സ്യർ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, പ്രായമാകുമ്പോൾ ഇതൊക്കെ വ്യത്യാസം വരുന്ന ചിലർ ധരിച്ചിരിക്കുന്നത്. ഈ ചില ആളുകളുടെ ചിന്തകന്മാരുടെ എന്നറിയോ, പ്രായം വരുമ്പോൾ വയസ്സാകുമ്പോൾ മോക്ഷം കിട്ടിക്കോളൂ സ്വാമിന്ന്. അപ്പം അതുകൊണ്ടാണ് പണ്ടുള്ള ചില ആളുകൾ പറയാറ്, കുട്ടിക്കാലത്തൊന്നും ഗീത പഠിക്കരുത്, ഇതൊക്കെ എപ്പോഴാണ് പഠിക്കേണ്ടത് വെച്ചാൽ കുഴിയിലേക്ക് കാല് നീട്ടാൻ നേരത്ത് അപ്പം പഠിച്ചാൽ മതി. കാരണം മോക്ഷം എന്ന് പറയുന്നത് എപ്പോഴാണ് ആവശ്യം? കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് ഈ സപ്താഹമൊക്കെ കേൾക്കാൻ ഏറെക്കുറെ എക്സ്പയറി ഡേറ്റ് കൺഫേം ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരാണ് പോവുക. ചെറുപ്പക്കാരൊന്നും ആ വഴിക്ക് പോവാത്തതിൻ്റെ കാരണം ഇതൊന്നും ചെറുപ്പത്തിൽ കേൾക്കേണ്ടതല്ല ഇതൊക്കെ. അങ്ങനെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പോഴാണൊരു വ്യത്യാസമൊക്കെ വന്ന്. പണ്ട് കാലത്തുണ്ടല്ലോ, ആരെങ്കിലും ചെറുപ്പകാലത്തിൽ എങ്ങാനും അമ്പലത്തിൽ പോയാൽ തന്നെ ആളുകൾക്ക് പ്രശ്നമാണ്. എന്തോ ഒരു കുറവ് അവരുടെ വീട്ടിലുണ്ട്, കുഴപ്പമില്ലാതെ ആരും അമ്പലത്തിൽ പോവില്ല എന്നുള്ള ഇങ്ങനെയൊക്കെ ചില ധാരണകൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവാൻ കാരണം ഇതൊക്കെ തെറ്റായ ചില പ്രചാരങ്ങൾ അങ്ങോട്ട് ആരും ശാസ്ത്രം മനസ്സിലാക്കാതെ അങ്ങോട്ട് പ്രചരിപ്പിച്ചു പറയാണ്. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതൊന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്കിതൊക്കെ മറ്റുള്ളവർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മളെപ്പോഴും ഹാപ്പി ആയാൽ അവർ ചോദിക്കില്ലേ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താ രഹസ്യം എന്ന്? ഉണ്ടോ ഇല്ലയോ? നിങ്ങളെപ്പോഴും സന്തോഷമായിരുന്ന എന്താ ചോദിക്കുക? എന്താ നിങ്ങളിങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് എന്ന് വേറെ ചിലരോട് ചോദിക്കും, എന്താ സന്തോഷത്തിൻ്റെ രഹസ്യം എന്നുള്ളത്. അപ്പോൾ ആ സന്തോഷമല്ല ഞാൻ പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഏത് പ്രശ്നങ്ങളും നമ്മളെ അലട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊരു ആദരവുണ്ടാവുമോ? മറ്റുള്ളവർക്ക് ഉണ്ടാവുമോ ഇല്ലയോ? തീർച്ചയായിട്ടും നമ്മളോടൊരു ആദരവുണ്ടാവും. ഇതായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് ഇത് വാസ്തവത്തിൽ എല്ലാവർക്കുമുള്ളൊരു കഴിവാണ്. നിങ്ങൾക്കും ഈ പ്രശ്നത്തിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കിടക്കാം. ഭാരതത്തെ സംബന്ധിച്ച് ഇതിനെയാണ് ഋഷിമാർ മോക്ഷം എന്ന് പറഞ്ഞത്. അത് ദൈവം തരുന്നതോ പ്രായം കൊണ്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ദൈവം തരുന്നതോ അല്ലെങ്കിൽ എന്താണ് ചരട് കെട്ടുന്നതോ ഒന്നും അല്ലത്. ഇതൊക്കെ നമ്മുടെ സ്വയം നിരന്തരമായൊരു അഭ്യാസം കൊണ്ട് തന്നെയാണ്. ഈ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതാണ് ശരിക്കുള്ള ജ്ഞാനം. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കാൻ ആർക്ക് സാധിക്കും? 4-ാം അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം. നഹി ജ്ഞാനേന സദൃശം
പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി നഹി ജ്ഞാനേന സദൃശം. ഈ ജ്ഞാനത്തിന് സദൃശം, ഈക്വലായി, തുല്യമായി മറ്റൊരു ജ്ഞാനവും ഇല്ല. ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? എന്നെ തളർത്തുന്നത് എൻ്റെ തന്നെ മനസ്സാണെന്ന തിരിച്ചറിവ്. രണ്ടാമത്തെ ജ്ഞാനം, ഇതിൽ നിന്നും എനിക്ക് ഉയരാനുള്ള ഒരു കഴിവ് എന്നിൽ തന്നെ ഉണ്ട്. എന്ത് കഴിവാണ് എനിക്കുള്ളത്? എന്തു ദുഃഖങ്ങളും ദുഃഖിക്കണമെങ്കിൽ, സുഖവും സന്തോഷിക്കണമെങ്കിൽ മനസ്സ് വേണം. സുഖദുഃഖങ്ങളെല്ലാം വന്ന് പോകുന്നതാണ്. വന്നു പോകുന്നതെല്ലാം എവിടെയാണ്? മനസ്സിലാണ്. അപ്പം മനസ്സ് നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ നിലനിർത്താൻ ഒരു ശക്തി, അത് തന്നെയാണ് ഈശ്വരൻ. അത് എൻ്റെ കൂടെ ഉണ്ട്. ഈ അറിവിലൂടെ വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ ആരിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ജ്ഞാനത്തിന് തുല്യം ജ്ഞാനം വേറെയില്ല. നഹി ജ്ഞാനേന സദൃശം പവിത്രം. നിങ്ങളുടെ ജീവിതത്തെ പവിത്രീകരിക്കാൻ ഇതല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. തൽ സ്വയം യോഗസംസിദ്ധ. ആരാണോ ഇതിനെ യോഗസംസിദ്ധ എന്ന് പറഞ്ഞാൽ ഇവിടെ അഭ്യസിക്കുന്നത്, ദ വൺ ഹൂ നോട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡ്, ഹി ആൾസോ പ്രാക്ടീസ് ദാറ്റ്. വെറുതെ മനസ്സിലാക്കിയതുകൊണ്ട് കാര്യം ഇല്ല. ഉണ്ടോ? ഓ, എനിക്ക് നല്ല, എൻ്റെ മനസ്സിന് എല്ലാ കഴിവും ഉണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ എന്താ കാര്യമുള്ളത്? ചിലർ പറയാറില്ലേ, എനിക്കൊക്കെ അറിയാം പക്ഷെ അങ്ങോട്ട് ചെയ്യാനൊരു മൂഡില്ല. ചിലർ പറയാറില്ലേ, ഒരു വീട്ടിൽ ഭർത്താവ് ഭാര്യയോട് രാവിലെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ കൂട്ടാക്കുന്നില്ലേ ചായ ഉണ്ടാക്കാൻ. അപ്പോൾ ചോദിച്ചു, എന്താ കാപ്പിപ്പൊടി ഇല്ലേ, ചായപ്പൊടി ഇല്ലേ? ചായപ്പൊടി ഉണ്ട്. പിന്നെന്താ ഇല്ലാത്തത്? എനിക്ക് ഉണ്ടാക്കാനുള്ള മൂഡില്ല എന്ന്. വെള്ളമുണ്ട്, പാത്രമുണ്ട്, ഗ്യാസും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല? ഉണ്ടാക്കാനുള്ളൊരു മൂഡില്ല. അതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, എന്തുകൂടി വേണം? ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മൂഡ് വേണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കാലേന ആത്മനി വിന്ദതി. കാലം കൊണ്ട് അവർക്ക് മനസ്സിനെ എവിടെ ഉറപ്പിക്കാൻ പറ്റും? ആത്മാവിൽ ഉറപ്പിക്കാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, മറ്റു മതത്തിൽ നിന്ന് നമ്മുടെ മതത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല. മറ്റു മതസ്ഥർ ഓവറായി ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഋഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ വേണം ഇതെല്ലാം പഠിക്കുക. അതല്ലേ ഉദ്ധരേത് ആത്മനാത്മാനം. നോക്കൂ, 120ഓളം വർഷത്തിൽ കൃഷ്ണൻ്റെ കൂടെ ജീവിച്ച ഉദ്ധവരോട് ശ്രീകൃഷ്ണ ഭഗവാനും പറയാനുള്ളത് ആത്മൈവ ആത്മനോ ഗുരു എന്നാണ്. ഉദ്ധവരെ, അവനവൻ്റെ ഗുരു അവനവൻ തന്നെയാണെന്നാണ്. വേറെ മറ്റൊരു രീതിയിലല്ല. ഞാൻ അങ്ങയുടെ പ്രശ്നം പരിഹരിച്ചു തരാമെന്നല്ല പറയുന്നത്, ആണോ? അത് നല്ലവണ്ണം നമ്മൾ ഗ്രഹിക്കണം. കാരണം ഈ ഒരു സംസ്കാരത്തെ നമ്മൾ പ്രചരിപ്പിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് ഉറച്ചു കിട്ടുന്ന മാത്രമല്ല, കുറേ ആളുകളുടെ അന്ധവിശ്വാസത്തെ മാറ്റിയെടുക്കണം. ഹിന്ദുക്കൾ അത്ര തെറ്റിദ്ധരിച്ചിട്ടാണ് പോണത്. അമ്പലത്തിൽ കൊണ്ടുപോയി കാശിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആര് നോക്കും? ദൈവം നോക്കിക്കോളുന്നു. അപ്പോൾ ദൈവത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? എത്ര കാശിന് എത്ര പണി ചെയ്തു കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ദൈവത്തിനുണ്ടാവില്ലേ? നിങ്ങൾ 100 രൂപയുടെ പാൽപ്പായസം കഴിച്ചു, നിങ്ങളുടെ ഒരു പ്രശ്നം തീർക്കാൻ. ഞാൻ 1001 രൂപയുടെ പാൽപ്പായസം കഴിച്ചു. ദൈവം ഏറ്റവും കൂടുതൽ ആദ്യം എടുക്കേണ്ട ഫയൽ ആരുടെ ഇരിക്കണം? അപ്പോൾ കുറേ ആൾക്കാർ 1000 കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ എടുക്കുമോ? അപ്പം നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇനി 1000 കഴിക്കണോ 100 കഴിച്ചാൽ നിങ്ങളുടെ പൈസയും പോയി, ദൈവത്തിനോട്ട് നടത്താനും പറ്റുന്നില്ല. നോക്കൂ, നിങ്ങൾ കൺഫ്യൂഷൻ അല്ലേ ദൈവത്തിന്? ആണോ അല്ലയോ? ഞാൻ പറയണ മനസ്സിലാവുണ്ടല്ലോ. കൂടുതൽ കാശ് കൊടുക്കുന്നവൻ്റെ പ്രശ്നമല്ലേ കൂടുതൽ പരിഹരിക്കേണ്ടത്? നിങ്ങൾ 101 രൂപ ഇട്ടു, ഒരാൾ സ്വർണ്ണമാല ഇട്ടു, ദൈവത്തിന് സ്വർണ്ണ ലോക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതുമല്ല ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ 10 രൂപ, ഒരാൾ $10 ഇട്ടു. കൺവേർഷൻ നോക്കുമ്പോൾ ദൈവം ആരുടേത് ചെയ്തു കൊടുക്കണം? ഭഗവാൻ നോക്കേണ്ടി വരും. കുണ്ടിയിൽ ആരാ 10 ഇടുന്നത്? എപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണെപ്പോഴും ഈ ഭണ്ഡാരത്തിലിട്ട് നോക്കേണ്ടി വരും. ഇവൻ $ആണോ ഇടുന്നത്? ഗുരുവായൂരിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റുള്ള അമ്പലം പോലെയില്ല, അവിടെ എല്ലാ രാജ്യത്തിലും നോട്ട് വീഴുന്നൊരു സ്ഥലമാണ് അത്ര ഗുരുവായൂർ. അപ്പോൾ ദൈവം ഇങ്ങനെ നോക്കണം, ഇവൻ UK ഡോളറാണോ യൂറോ ആണ് ഇടുന്നത്, കുവൈറ്റ് ദിനാറാണോ ഇടുന്നത്? കാരണം കുവൈറ്റ് ദിനാറൊക്കെ 1 രൂപ ഉണ്ടെങ്കിൽ 120 രൂപയാണേ. അങ്ങനെ ബഹ്റിൻ ദിനാറാണോ? അതുപോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഏതാണ് ഇവൻ ഇടുന്നത് എന്നുള്ളത് ദൈവം നോക്കണം. പാവം അദ്ദേഹത്തിൻ്റെ മനസ്സ് അവസാനം എവിടെയോ? നമ്മുടെ പ്രോബ്ലത്തിലോ പൈസയിലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹിന്ദുക്കൾ ഈ സിസ്റ്റത്തെ മുഴുവൻ
താളം തെറ്റിച്ചു പോയി. ഇനി മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഭ്രമത്തിൽ നിന്നൊക്കെ ആളുകളെ കുറേയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നാൽ കുറേയൊക്കെ അവർക്ക് അവരെ ഉയർത്താൻ സാധിക്കും. ഇത് പൈസയും പോയി, ബാർബർ ഷോപ്പ് പോയതുപോലെയാണ് ഇപ്പം അമ്പലത്തിൽ പോകുന്നത്. മുടിയും പോയി, പൈസയും പോയി. പൈസയും കൊടുക്കണം, മുടിയും കൊടുക്കണം. എത്ര കഷ്ടപ്പെട്ട് എന്തെല്ലാം ആൾക്കാർ ഡൈ ചെയ്തിട്ട് ചീക്കി ഒതുക്കി എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ആ കഷ്ടപ്പെട്ട സാധനമാണ് പൈസയും കൊടുത്തിട്ട് കൊടുക്കുന്നത്, അല്ലേ? സത്യമല്ലേ? ഇതുപോലെ പൈസയും പോയി, സമാധാനവും ഇല്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അമ്പലത്തിലെ ദർശനം എന്ന് പറഞ്ഞാൽ. എന്താ പിന്നെ അവർ നേടിയെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതൊക്കെ ഒന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലും വരുത്താം. അപ്പം ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പം എന്ത് ജ്ഞാനമാണ് ശരിക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നത്? എന്താ ഭഗവാൻ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറേ പുസ്തകങ്ങൾ പഠിക്കുന്നതല്ല. ശരിക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൽ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതൽ ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യതാം. അന്യത യത് അജ്ഞാനം, ബാക്കിയുള്ളതെല്ലാം അജ്ഞാനമാണ്. അന്യത് ബാക്കിയെല്ലാം അജ്ഞാനമാണ്. ഏതത് ജ്ഞാനമിതി പ്രോക്തം, ഇതിനെയാണ് നിങ്ങൾ ജ്ഞാനം എന്ന് വിളിക്കേണ്ടത്. ഏതാണ് ജ്ഞാനം? അധ്യാത്മജ്ഞാനം. ഏത് ജ്ഞാനം? അത് ഏതിനെക്കുറിച്ചുള്ള ജ്ഞാനം? നിത്യത്വം. ഏതായത്? അനിത്യമായതല്ല, വന്നു പോകുന്നതല്ല, എപ്പോഴും ശാശ്വതമായി കൂടെയുള്ളതിനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. അത് തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനം കൊണ്ട് അതിനെ നമ്മൾ ദർശിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, ബോധ്യപ്പെടണം. അതായത് താത്വികമായി നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിനെ ഉറപ്പിക്കണം അങ്ങോട്ട്. ഇപ്പോൾ വെറുതെ നമ്മൾ ഇൻ്റലക്ച്വൽ നോളജ് അല്ല ഇതൊരു ഇൻഫർമേഷൻ അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. മറ്റുള്ളതെല്ലാം ഇൻഫോർമേഷനാണ്. എന്താ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്. ഇത് അറിവുണ്ട് എന്ന് മാത്രമല്ല, ഈ അറിവിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ പറ്റുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ മനസ്സിലൊരു ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് ആ രൂപത്തിൽ കുറേ നാമൊക്കെ ചൊല്ലി അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതൊരു ഇൻഫർമേഷൻ ഉണ്ടായതാണ്. എന്നാൽ ആ രൂപത്തിൽ ഇരിക്കുന്ന ചൈതന്യവും നിങ്ങളിലിരിക്കുന്ന ചൈതന്യവും ഒന്നാണെന്ന് കരുതി അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പം ഇൻഫർമേഷൻ ഒരു ട്രാൻസ്ഫോർമേഷനായി മാറി, അതൊരു അറിവും അനുഭൂതിയുമായി മാറി. മനസ്സിലാവുണ്ടല്ലോ? ഇങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ പറയുന്നു ഇതിനെയാണ് ശരിക്കും ജ്ഞാനെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇന്ന് ആളുകൾ ജ്ഞാനത്തിലാണോ ജീവിക്കുന്നത്? ബാക്കിയെല്ലാം അജ്ഞാനമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളുടെയും ജീവിതം എവിടെയാണ്? ഇനി നോക്കൂ, നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ നമ്മൾ തന്നെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഈ ജ്യോതിഷം ഒക്കെ എവിടെ നിൽക്കുന്നു? ജ്യോതിഷമൊക്കെ എവിടെ നിൽക്കുന്നു? ഇതിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അജ്ഞാനത്തിൻ്റെ തലത്തിലല്ലേ നിൽക്കുന്നത്? ആണോ അല്ലയോ? ആളുകൾ അതിലല്ലേ ഇന്ന് മനസ്സ് വെച്ച് ജീവിക്കുന്നത്? കൂടുതൽ ആളുകളും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യം വരും. സ്വാമി, എന്നാലും ജ്യോതിഷത്തിലൂടെ പ്രശ്നങ്ങൾ തീരുന്നില്ലേ? അത് ജ്യോതിഷത്തിലൂടെ തീരുന്നതല്ലത്. അത് തീരുന്നതിന് കാരണം നിങ്ങൾക്ക് ഒന്നുകിൽ ജ്യോതിഷത്തിലുള്ളൊരു വിശ്വാസം കാരണം കുറേയൊക്കെ മനസ്സിനൊരു ബലം കിട്ടുമ്പോൾ പ്രശ്നങ്ങളുടെ ശക്തി കുറയും. അങ്ങനെ ചില കാരണങ്ങളായിരിക്കാം. അല്ലെങ്കിൽ കാലം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തെ മറക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു പ്രശ്നവും ഇതുവരെ ശാശ്വതമായി പരിഹരിക്കാൻ ഒരു ജ്യോതിഷത്തിനും സാധിച്ചില്ല. ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം വരുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഈ ജ്ഞാനം കൊണ്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് കാലത്തും എപ്പോൾ പ്രശ്നം വന്നാലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഏത് ജ്ഞാനം തന്നെയാണ് സർവോത്കൃഷ്ടം? ആധ്യാത്മിക ജ്ഞാനം തന്നെയാണോ? അതുകൊണ്ടായിരിക്കാം ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ മുന്നിൽ മറ്റ് ജ്ഞാനങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്തത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഗ്രഹിക്കും തോറും പലരും ഈ തലത്തിൽ ചിന്തിക്കില്ല. ഈ തലത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും തോറും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു കോൺഫിഡൻസ്, ആത്മധൈര്യം നമുക്ക്
കൂടി വരും. ഭഗവാൻ പറയുന്നു അത്തരക്കാരുണ്ടല്ലോ അവരാണ് സർവോത്കൃഷ്ടന്മാർ. ആര്? തൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞ മനസ്സിനെ അവിടെ തന്നെ ഉറപ്പിക്കുന്നവർ. ഗീതയിലെ 3